ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 16-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം പറയുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ. ബുധനാഴ്ച ദിവസമായ ഇന്നത്തെ ദിവസം രാവിലെ ഞാൻ പ്രശ്നം വെച്ചപ്പോൾ പ്രശ്നത്തിൽ കണ്ടത് നക്ഷത്രഫലം പറയുമ്പോൾ ഏതൊക്കെ നാളുകാർക്ക് നേട്ടമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രശ്നം വെച്ച് പറയാവുന്നത് കൊണ്ടാണ് ഞാൻ പ്രശ്നം വെച്ചത്. അപ്പോൾ പ്രശ്നം വെച്ചപ്പോൾ പ്രശ്നത്തിൽ തെളിഞ്ഞത് വ്യാഴാഴ്ച ദിവസം ചില നാളുകാരുടെ ജീവിതത്തിൽ കോടീശ്വര യോഗം വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. ധനം മനുഷ്യ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ധനമില്ലെങ്കിൽ മനുഷ്യ ജീവിതം വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ചിന്തയും സ്വപ്നവും എപ്പോഴും ധനത്തെക്കുറിച്ചാണ്. ധനമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഈ ഭൂമിയിലെ സുഖകരമായ സൗഭാഗ്യമായ ജീവിതങ്ങളെല്ലാം ധനത്തെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ധനം എവിടെ നിന്ന് വരും, എപ്പോൾ വരും എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവരിലുമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 27 നക്ഷത്ര ജാതകരുടെയും നാഡീസ്പന്ദനം എന്ന് പറഞ്ഞാൽ ധനത്തെക്കുറിച്ചാണ്. ധനമില്ലാതെ ജീവിതം മുമ്പോട്ട് പോയാൽ ജീവിതത്തിലൊരു അഭിവൃദ്ധിയുമില്ല, ഉന്നതിയുമില്ല, ഒന്നുമില്ല. കുറേ ആൾക്കാരുടെ ജീവിതത്തിൽ ധനം വന്നു ചേർന്ന് അവർ സൗഭാഗ്യമായൊരു ജീവിതം നയിക്കുമ്പോൾ ധനം തങ്ങൾക്കില്ലല്ലോ എന്നോർത്ത് പലരും പരിതപിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പ്രശ്നത്തിൽ കണ്ടത് ചിങ്ങക്കൂറുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു വ്യാഴാഴ്ച ദിവസമാണെന്നാണ്. അവർക്ക് കോടീശ്വര യോഗം വന്നു ചേരുന്നു. ചിങ്ങക്കൂറുകാരായിട്ടുള്ള വ്യാപാരികൾ അവർ വ്യാപാരം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കോടീശ്വര യോഗം, കോടിക്കണക്കിന് അവർക്ക് ബിസിനസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് അവർക്ക് നടക്കും ഈ വ്യാഴാഴ്ച ദിവസം. അങ്ങനെ അവർ കോടീശ്വരന്മാരാവും. അവരുടെ ടേൺ ഓവർ വർദ്ധിക്കുന്നൊരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം. ഒറ്റ ദിവസം കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. വ്യാഴാഴ്ച ഒരു ദിവസം കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. കോടീശ്വരന്മാരാകുകയാണ്. അവരുടെ ബിസിനസ്സിൽ കൂടി, അവരുടെ പ്രവർത്തന മേഖലകളിൽ കൂടി അവർ സ്വയം പ്രവർത്തിച്ച് അധ്വാനിച്ച് ധനം നേടുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. സ്വയാർജിതമായി അവർ ധനം സ്വന്തമാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഈ പുതിയ വീടുകളെക്കുറിച്ചുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വരും. പുതിയ വാഹനത്തെക്കുറിച്ചുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വരും. അപ്പോൾ അങ്ങനെ ഒരു കോടീശ്വര യോഗം ഈ നാളുകളിലേക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. ഒരു ജാതകൻ ജനിക്കുമ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ജാതകർക്കും ഈ വ്യാഴാഴ്ച ദിവസം കോടീശ്വര യോഗം വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അവർക്ക് അതുകൊണ്ട് ധാരാളം നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന, സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. അങ്ങനെ അവർ പൊതുസമ്മതനാകുന്നതാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ജനസമ്മതൻ ആകുന്നതാണ്. ജനങ്ങൾ അവരെ അംഗീകരിക്കുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ അത് ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്കാണ് ഇതിൻ്റെ ഈ കോടീശ്വര യോഗം വന്നു ചേരുക എന്നുള്ളതാണ് പറയാനുള്ളത്. അവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. ഈ ജാതകരൊക്കെ ജനിച്ചപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായ ഫലം നൽകുന്ന ഒരു ഗ്രഹമായിട്ടാണ് അവരുടെ ജാതകത്തിലുള്ളതെങ്കിൽ അവർ തീർച്ചയായിട്ടും കോടീശ്വരന്മാർ ആകുന്നൊരു ദിവസമാണ്. വ്യാപാരത്തിലൂടെയാണ് അവർക്ക് കോടീശ്വരന്മാരാകാൻ പറ്റുന്നത്. അവരുടെ പ്രവർത്തന മേഖലയിൽ, ഏത് പ്രവർത്തന മേഖലകളിൽ ഉള്ളവരാണെങ്കിൽ പോലും അവർക്ക് അതിൻ്റേതായ, ചെറിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു നേട്ടമായിരിക്കും. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കോടാനുകോടി രൂപയായിരിക്കും അവർക്ക് ഈ വ്യാഴാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അവരുടെ മുതൽ മുടക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ നേട്ടം അവരെ തേടി വരുന്നൊരു ദിവസമാണ്. അതാണ് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ. ഒരു ജോലി കിട്ടി ധനവാനാകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെങ്കിൽ വ്യാപാരത്തിൽ കൂടി വ്യാപാരം നേട്ടമുണ്ടായാൽ അത് കോടിക്കണക്കിന് രൂപയുടെ ഒരു വരുമാനമാണ് ഈ വ്യാപാരികളിലേക്ക് വന്നു ചേരുക. അങ്ങനെയാണ് അവർ ഈ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയും വ്യാപാര ശൃംഖല
തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പോൾ അതിന് തുടക്കം കുറിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. അതാദ്യമായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവെച്ചു. ഇനി മേടക്കൂറുകാർ മുതലുള്ള നക്ഷത്രഫലം പറഞ്ഞുതരാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ വ്യാഴാഴ്ച ദിവസം ജോലിയിൽ അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അധികാരമുള്ള ഒരു ജോലിയൊക്കെ വന്നു ചേരും. അല്ലെങ്കിൽ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ അധികാരങ്ങളും പദവികളും ഒക്കെ വന്നു ചേരുമെന്നാണ് പറയുന്നത്. സന്തോഷവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകും. കുടുംബസുഖം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ വക്കീലന്മാരായിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ജഡ്ജിമാരായിട്ട് പ്രമോഷൻ കിട്ടുവാനായിട്ടുള്ള ഒരു സാധ്യതയിലേക്ക് നീങ്ങുന്നൊരു ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, തൊഴിൽപരമായുള്ള നേട്ടം, തൊഴിലിടങ്ങളിൽ അധികാരം, ഗവൺമെൻറ്റിൽ നിന്നുള്ള പിന്തുണ അല്ലെങ്കിൽ ഗവൺമെൻറ് മുഖേനയുള്ള നേട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മേടക്കൂറുകാർക്ക് വ്യാഴാഴ്ച ദിവസം. എന്നാൽ 12ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. ഈ രാഹുവാണ് മേടക്കൂറുകാരെ സ്വാധീനിക്കുന്നതെങ്കിൽ അവർക്ക് തടസ്സങ്ങൾ തന്നെ ഉണ്ടാകും. അവർക്ക് ഒരു വിധത്തിലും അങ്ങോട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയാത്തൊരനുഭവം അവരെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന പോലുള്ളൊരു അനുഭവം അവർക്കുണ്ടാകും. വ്യാഴമാണ് അവർക്ക് അനുകൂലമായ ഫലത്തെ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യമായ അനുഭവങ്ങൾ ഈ വ്യാഴാഴ്ച ദിവസം അവർക്ക് വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് വളരെ ഐശ്വര്യമുണ്ടാകുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. അവർക്ക് സ്വർണ്ണമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ്. സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നിരുന്ന ദിവസമാണ്. എന്നാൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒരുപക്ഷെ കാര്യമായി ഉണ്ടാകണമെന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അവർക്ക് പുതിയ ആഭരണം, പുതിയ വസ്ത്രം, അതുപോലെ തന്നെ അവർക്ക് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ എന്നിവയൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിതത്തിലെ സുഖക്കുറവുകളും ഒഴിച്ചും ബാക്കിയുള്ള പല കാര്യങ്ങളിലും, എല്ലാ മേഖലകളിലും, തൊഴിൽ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. ഇനിയും മിഥുനക്കൂറുകാരെ കുറിച്ച് ചിന്തിക്കാം. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം ഈ ജാതകർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ചിലർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഇക്കാര്യത്തിൽ വന്നു ചേരുക. അതുപോലെ തന്നെ ഈ ജാതകർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ നേടിയെടുക്കുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. മക്കളെ കൊണ്ടുള്ള, പുത്രന്മാരെ കൊണ്ടുള്ള വലിയ ഗുണമൊന്നും ഇവർക്കുണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ഇവർ മിത്രങ്ങളെ വെടിയുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് അകലുന്നൊരു ദിവസമാണ്. ഇവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുമ്പോൾ ഒരുപക്ഷെ സുഹൃത്ത് പറയും, അതുകൊണ്ട് നിനക്ക് യാതൊരു നേട്ടവും വന്നു ചേരത്തില്ല എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തിനെ ഇവർ വെടിയുകയാണ്, അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഇവർ ഇല്ലാതാക്കി ഇവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ നേടിയെടുക്കുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഇവരോട് ഏതെങ്കിലും വിധത്തിൽ ഇഷ്ടക്കേട് പ്രവർത്തിക്കുന്നവരോട് ഇവർ മാനസികമായിട്ട് വളരെ അകലാൻ ശ്രമിക്കുകയും അവരെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കുവാനുള്ള വഴികൾ ആലോചിക്കുകയും ചെയ്യുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. രോഗമോ വൈകല്യമോ ഒക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. തൊഴിൽപരമായുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായൊരു സാഹചര്യത്തിലല്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവും ചിലരിലുണ്ട്. എന്നാൽ ചിലർക്ക് ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ പോവുകയും കലാപരമായിട്ടുള്ള മേഖലകളിൽ കഴിവ് തെളിയിക്കാനും അംഗീകാരം നേടാനും പറ്റുന്നൊരു ദിവസവുമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ശാസ്ത്രജ്ഞാനം വർദ്ധിക്കുകയും ബുദ്ധിപരമായിട്ടുള്ള വിജയം കൈവരിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ്. കൃഷികാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും അതിൽ കൂടി ഗുണമുണ്ടാവുകയും ചെയ്യുന്നൊരു ദിവസമാണ്. തൻ്റെ ധനം ബന്ധുമിത്രാദികളെ ഉന്നമനത്തിനായിട്ട് ചെലവഴിക്കുകയും അങ്ങനെ അവർക്ക് വേണ്ടി തൻ്റെ ധനം ചെലവഴിച്ച് അവരുടെ മുമ്പിൽ അംഗീകാരം നേടുന്നൊരു ദിവസവുമായിരിക്കും. അനേക വിധത്തിലുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ചിലരെ സംബന്ധിച്ച് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ധനം ചെലവഴിച്ച് പോകാനും സാധ്യതയുള്ള ദിവസമാണ്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരണമെന്നില്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖല അവർക്ക് അത്ര അനുകൂലമാകണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയായിരിക്കും കർക്കിടകക്കൂറുകാർ കടന്നു പോവുക. ദാമ്പത്യ ജീവിത സുഖം അവർക്ക് കാര്യമായിട്ടില്ല എങ്കിലും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാൻ ചിലർക്കൊക്കെ സാധ്യതയുണ്ട്. ചിലരിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക.
ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം 9-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 9-ൽ നിൽക്കുന്ന വ്യാഴം ഭാഗ്യാനുഭവങ്ങളെ കൊടുക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവർ എല്ലാ കാര്യത്തിലും സാമർത്ഥ്യം കാണിക്കുന്ന ദിവസമാണ്. ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വിജയം കൈവരിക്കുകയും ധനപരമായ നേട്ടവും കീർത്തിയും അംഗീകാരവും പ്രശസ്തിയൊക്കെ ഇവർക്കുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. തനിക്ക് ഉചിതമെന്ന് തോന്നുന്ന ഏത് കാര്യങ്ങളിലും അവർ ഇടപെടുകയും ആ കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഈ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാ കന്നിക്കൂറുകാർക്കും വന്നു ചേരണമെന്നില്ല. അവരുടെ 7-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. അതായത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പലർക്കും തടസ്സങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ കന്നിക്കൂറുകാർ അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുക. അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം അപ്പോൾ ചിലർക്ക് നേട്ടമായിരിക്കാം, ചിലർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരുള്ള കാര്യവിജയം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. രാഹു അതൊക്കെ തടസ്സപ്പെടുത്തി കളയും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അഷ്ടമത്തിൽ ഏത് ഗ്രഹം നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം സ്വീകരിക്കുവാൻ. ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്, ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാളുകാർക്ക് ധനം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ആരോഗ്യവും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു സന്നദ്ധതയുള്ള ഒരു മനസ്സും ഇവർക്കുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ഇവരുടെ മക്കളെ കൊണ്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു അനുഭവം അവർക്കുണ്ട്. അതായത് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിക്കുക. അവരിൽ നിന്ന് ചതിയോ ദോഷമോ ഒക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കളെ കൊണ്ടുള്ള ദോഷവും അവർക്ക് പറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ നല്ല ആരോഗ്യവും അതുപോലെ തന്നെ ഏത് കാര്യത്തിലും ചുറുചുറുക്കും അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ഏവർക്കും പ്രിയപ്പെട്ടവരായി അവർ ജീവിക്കുകയും ചെയ്യും. എന്നാൽ ഇതാണൊരു വിഷയം, അവർക്ക് കാര്യമായിട്ടുള്ള കുടുംബസുഖമോ ധനപരമായ നേട്ടമൊന്നും സ്ഥിരമായിട്ടുണ്ടാകുന്നില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകുമെന്നുള്ളതല്ലാതെ സ്ഥിരമായിട്ട് അങ്ങോട്ട് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒരു തുടർച്ചയായിട്ടുള്ളൊരു പുരോഗതി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും തുലാക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് നല്ല ദാമ്പത്യ ജീവിതമൊക്കെ നയിച്ച് വിദേശത്ത് പോയി ജോലി ചെയ്ത് ധാരാളം ധനം സമ്പാദിക്കുവാനും ഒക്കെ അനുകൂലമായൊരു സാഹചര്യമാണ്. പക്ഷേ പലർക്കും ഇത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം. 7-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം 7-ൽ നിന്നാൽ നല്ലതാണ്. ഭാര്യയെ അതിയായി സ്നേഹിക്കുകയും ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ സർക്കാർ ജോലിയിൽ നിലവിലുള്ളവരാണെങ്കിൽ, സർക്കാർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഉദ്യോഗത്തിൽ കൂടി ഉന്നതമായ നേട്ടങ്ങളൊക്കെ വന്നു ചേരുമെന്ന് പറയുന്നു. സുഖസൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ സുഖസൗകര്യത്തോടു കൂടി അനുഭവിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് 7-ലെ വ്യാഴം. എന്നാൽ പലർക്കും ഇത് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ഈ വ്യാഴം നിൽക്കുന്നത് 7-ലാണെങ്കിലും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ഇവർക്കെല്ലാം കാര്യതടസ്സമാണ് അനുഭവപ്പെടുക. കൂടുതൽ ആൾക്കാർക്കും കാര്യതടസ്സം തന്നെയാണ്. പിന്നെ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് കുറേ ആൾക്കാർക്കൊക്കെ നേട്ടമുണ്ടാകും എങ്കിലും ഭൂരിപക്ഷ ആൾക്കാർക്കും പ്രതിസന്ധി തന്നെയാണ്. ഉദ്ദേശിച്ച പോലുള്ളൊരു കാര്യവിജയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല, നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല. അവർക്കൊരു സന്തോഷമുണ്ടാകുന്ന അനുഭവം ഈ വ്യാഴം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം. തടസ്സങ്ങളും പ്രതിസന്ധികളും മാത്രമാണ് അവർക്ക് മുമ്പിലുള്ളത്. നോക്കുമ്പോൾ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, നല്ലതല്ലേ? കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും വിദേശത്ത് ജോലിക്കുള്ള സാധ്യത, വിവാഹം നടക്കുന്ന സമയം, അങ്ങനെയുള്ള ഒരുപാട് നല്ല അനുഭവങ്ങൾ വന്നു ചേരേണ്ട സാഹചര്യമാണ് ഉള്ളത്. പക്ഷെങ്കിൽ ഇതെല്ലാം 5-ലെ രാഹു ഇതെല്ലാം തടസ്സപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കതെല്ലാം നേടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. ഇനി ധനുക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാൻ. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ശത്രുതയൊന്നും ഉണ്ടാകത്തില്ല. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാനൊന്നും സാധ്യതയില്ല. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ വിജയം നേടുകയും ചില കാര്യങ്ങളിൽ പരാജയം അനുഭവിക്കുകയും ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ചിലർ രോഗിയായി മാറുവാനും സാധ്യതയുണ്ട്. ചിലർക്ക് ധനം തികയാത്ത അവസ്ഥ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളാണ്. ചിലർക്ക് രോഗമോ കടമോ ശത്രുതയോ ഒന്നും വന്നു ചേരത്തില്ല. എന്നാൽ ചിലരിൽ രോഗം വന്നു ചേരാം, ശരീരസുഖം കുറയാം, കടബാധ്യത ഉണ്ടാകാം, ശത്രുത ചെറിയ രീതിയിലൊക്കെ വന്നു ചേരാം. അപ്പോൾ അങ്ങനെ ആ ശത്രുവിനെ ജയിക്കാൻ വേണ്ടിയുള്ള കുറുക്കുവഴികളൊക്കെ ഇവർ ചെയ്യുകയും അതിനുള്ള ഒരു പ്രേരണ ഇവരുടെ മനസ്സിൽ കൊടുക്കുകയും മനസ്സ് അങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്
6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ചെയ്യുന്നത്. എന്നാൽ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽഗുണവും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് നിലവിൽ ഉണ്ട് താനും. അപ്പോൾ അതിനോട് ചേർന്നാണ് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഈ വ്യാഴാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം, 2 പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം ബുദ്ധിപരമായ വിജയമുണ്ടാകുന്നൊരു ദിവസമാണ്. ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും ചെയ്തെടുത്ത് ജീവിത വിജയം നേടുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ്. എന്നാൽ ചിലർക്ക് പുത്രദുഃഖ അനുഭവത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ ഈ നാളുകാരെ സംബന്ധിച്ച് കുറച്ച് പേരൊക്കെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ്. 12ലെ ബുധൻ അവർക്ക് ധനപരമായ ബുദ്ധിമുട്ടിനെ കൊടുക്കുന്നു. അതുപോലെ തന്നെ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു അവസ്ഥയും കൊടുക്കുന്നു. 6ാം ഭാവത്തിൻ്റെ അധിപനായ ഈ ബുധൻ രോഗം, കടം, ശത്രുത എന്നിവയൊക്കെ വരുത്തി വെച്ച് ചിലർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് പ്രതിസന്ധി ഉണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽ ഗുണവും ധനപരമായ നേട്ടവും മറ്റു കാര്യമായിട്ടുള്ള അനുഭവ ഗുണവും ഒക്കെ അവർക്ക് ജീവിതത്തിൽ വന്നു ചേർന്ന് സൗഭാഗ്യത്തോടുകൂടി ജീവിക്കുന്നവരുമുണ്ട്. അപ്പോൾ സമ്മിശ്രമായ അനുഭവത്തിൽ കൂടിയാണ് തിരുവോണം നാളുകാർ അല്ലെങ്കിൽ ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം, 2 പാദം നാളുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അത് ചിലരുടെ ജീവിതത്തിൽ വ്യാഴം കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ കൂടി കാര്യവിജയം ഉണ്ടാവുകയും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാവുകയും തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള നല്ല സൗഭാഗ്യമായ അനുഭവങ്ങൾ അനുഭവിക്കാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം, 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ, ദേഹനന്മയൊക്കെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. അതുപോലെ തന്നെ കുടുംബസുഖം, ധനപരമായ നേട്ടം, അതുപോലെ തന്നെ ഇവർക്ക് നല്ല ബന്ധുക്കളുടെ സഹകരണം, ധനപരമായ നേട്ടം, നല്ല ദാമ്പത്യ ജീവിതം, വാഹനം, വീട്, വസ്തു എല്ലാം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തെ കൊടുക്കുന്നു. വ്യാഴാഴ്ച ദിവസം വ്യാഴം അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നത് കൊണ്ട് നല്ല സൗഭാഗ്യമായ അനുഭവങ്ങളാണ്. ചിലരെ സംബന്ധിച്ചോളം അവർക്ക് ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല. കുടുംബസുഖമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും തടസ്സങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നവരുമുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ, ദേഹനന്മ അനുകൂലമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല. ഒരു നിസ്സംഗതാബോധത്തോടു കൂടി ജീവിക്കുന്നൊരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം. അവർക്ക് ജീവിതത്തിൽ അത്ര വലിയ ഐശ്വര്യമൊന്നും ഉണ്ടാകുന്ന ഒരു ദിവസമല്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. 3ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് അത്ര അനുകൂലമല്ല. വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം 4ാം ഭാവത്തിൽ, കേന്ദ്രഭാവത്തിൽ വരണം. അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് 3ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴാഴ്ച ദിവസം അവർക്ക് വലിയ ഐശ്വര്യമുള്ള ഒരു ദിവസമൊന്നുമല്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. 12ൽ ശനി നിൽക്കുന്നു, 12ൽ അതുപോലെ തന്നെ ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ 12ാം ഭാവത്തിൽ ഇങ്ങനെ ഗ്രഹങ്ങൾ നിൽക്കുന്നു. എന്നാൽ സമാന്തരമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം അവർക്ക് വന്നു ചേരുന്നത് 10ലെ ബുധനും 11ലെ സൂര്യനുമാണ് അവർക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കുന്നത്. എന്നാൽ വ്യാഴാഴ്ച ദിവസം വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല വ്യാഴം 3ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.